ഇന്നത്തെ സന്തോഷങ്ങൾ ഇന്ന് അനുഭവിക്കാതെ നാളത്തേക്ക് മാറ്റിവെക്കരുത്. കാരണം ഇന്ന് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നാളെ എന്നത് ഒരു വിശ്വാസമാണ്. മനസ്സിനെ മുറിവാക്കുന്ന ആയുധവും വാക്കാണ്. മുറിവേറ്റ മനസ്സിനെ സുഖപ്പെടുത്തുന്ന മരുന്നും വാക്കാണ്. ബുദ്ധിയുള്ളവർ ആരെയും കുറ്റപ്പെടുത്താതെ തെറ്റിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് കുതിക്കുന്നു. ശരാശരി ആളുകൾ സ്വന്തം അനുഭവങ്ങളിൽ നിന്നും പഠിക്കുന്നു. വിഡ്ഢികൾക്ക് എല്ലാത്തിനും ഉത്തരങ്ങൾ ഉണ്ടായിരിക്കും. വെല്ലുവിളികൾക്ക് മുന്നിൽ പകച്ചു നിന്ന് എനിക്കതിന് കഴിയില്ല എന്ന് വിധി എഴുതി പിൻവാങ്ങുന്നത് വിഡ്ഢിത്തമാണ്. ജീവിതം എപ്പോഴും സങ്കീർണമായിരിക്കും. അതിനാൽ കാര്യങ്ങൾ എളുപ്പമായി തീരുന്നത് വരെ നമ്മൾ കാത്തിരിക്കരുത്. എല്ലാം ശരിയായതിനു ശേഷം സന്തോഷിക്കാൻ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല. കുറ്റപ്പെടുത്തി കണ്ണു നിറയ്ക്കുന്നതല്ല, കൂടി നിർത്തി കണ്ണീർ തുടയ്ക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. തോൽവിയിൽ തുടരുന്നവരല്ല, തോൽവിയിൽ നിന്നും വീണ്ടും തുടങ്ങുന്നവരാണ് ചരിത്രമായിട്ടുള്ളത്. മനസ്സ് വല്ലാതെ തളർന്നിരിക്കുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ വാക്ക്, അല്ലെങ്കിൽ ഒരു നോട്ടം, അല്ലെങ്കിൽ ഒരു പുഞ്ചിരി, അതുമതി എല്ലാം മറക്കാൻ. അവകാശപ്പെടാൻ മാത്രം കഴിയുന്ന രക്തബന്ധങ്ങളെക്കാൾ എത്രയോ വലുതാണ് സ്നേഹിക്കാൻ മാത്രം കഴിയുന്ന സുഹൃത്ത് ബന്ധങ്ങൾ. അത്രമേൽ ചേർത്ത് നിർത്തിയിട്ടും മനസ്സിലാക്കാത്തവരിൽ നിന്ന് പുഞ്ചിരിയോടെ തിരിഞ്ഞു നടക്കണം. നമ്മൾ ഉള്ളതും ഇല്ലാത്തതും അവർക്ക് തുല്യമാണ്. ബന്ധങ്ങൾ നല്ലതായിരിക്കുമ്പോൾ അവർ നിങ്ങളോട് എല്ലാം പറയും. ബന്ധം മോശമായിരിക്കുമ്പോൾ അവർ നിങ്ങളെപ്പറ്റി എല്ലാവരോടും പറയും. പെരുമാറ്റങ്ങൾക്ക് ഒരേ സമയം ഔഷധവും വിഷവുമാകാൻ കഴിയും. ശ്രദ്ധിക്കാം, നമ്മളാൽ ഒരാൾക്കും പെരുമാറ്റത്തിന്റെ പേരിൽ വിഷമേൽക്കാതിരിക്കാൻ. ചിലതൊക്കെ അവസാനിപ്പിക്കാനുള്ള ചങ്കൂറ്റം കാണിക്കുന്നിടത്താണ് ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്. നമ്മുടെ കൂടെ ചിരിച്ചവരും കരഞ്ഞവരും അവസാനം വരെ കൂടെ കാണണമെന്നില്ല. എന്നാൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ഓർമ്മകൾ എന്നും നമുക്ക് കൂട്ടിനുണ്ടാകും. നിങ്ങളുടെ ഏറ്റവും മോശമായ അവസ്ഥയിൽ നിങ്ങളെ ഉപേക്ഷിക്കുന്നവരെ ഒരിക്കലും മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യരുത്. ഒരു നല്ല ചിന്തയോടെ മാത്രം ഒരു ദിവസം അവസാനിപ്പിക്കുക. ഇന്നത്തെ ദിവസം മോശമായിരുന്നുവെങ്കിലും നാളത്തെ ദിവസം നന്നാകുവാൻ അത് സഹായിക്കും. ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും എളുപ്പമാണ്, പക്ഷെ ചേർത്ത് നിർത്താൻ അത്ര എളുപ്പമല്ല. കാരണം അത് നമ്മളെ മനസ്സിലാക്കിയവർക്കേ പറ്റൂ. നിങ്ങൾക്ക് ഒരു സ്ത്രീയെ ചിരിപ്പിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് അവളെ വിശ്വസിപ്പിക്കാനും കഴിയും. കേട്ട നുണകളെ ഒരു ചിരിയോടുകൂടി സ്വീകരിക്കുക. അതിനു പിന്നാലെ സത്യം വരുന്നുണ്ട്, അതിനുള്ള മറുപടി പറയുക. നുണകൾക്ക് സത്യത്തെ മറച്ചു പിടിക്കാനേ കഴിയൂ, മാറ്റി നിർത്താൻ കഴിയില്ല. ഒരു കാര്യം തെറ്റായി തോന്നിയാൽ രണ്ടു തരത്തിൽ ചിന്തിക്കുക. വ്യക്തി പ്രധാനമാണെങ്കിൽ കാര്യം മറക്കുക, കാര്യം പ്രധാനമാണെങ്കിൽ വ്യക്തിയെ മറക്കുക. കളങ്കമില്ലാത്ത മനുഷ്യരൊക്കെ പലയിടത്തും തോറ്റുപോയവരാണ്. മിടുക്കനാകുന്നത് നല്ലതാണ്, എന്നാൽ മറ്റുള്ളവരെ വിഡ്ഢിയാക്കിയെന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണ്. മറ്റാരുമില്ലാതിരുന്ന സമയത്ത് നിങ്ങൾക്കായി ആരൊക്കെയുണ്ടായിരുന്നുവെന്ന് എപ്പോഴും ഓർക്കുക. മൗനം ഒരിക്കലും ശൂന്യമല്ല, അതിൽ നിറയെ ഉത്തരങ്ങളുണ്ട്. ഉറക്കെ പറയാൻ പോലും കഴിയാത്ത കുറെ ഉത്തരങ്ങൾ. പരദൂഷണത്തിന്റെ അറ്റം വരെ മൂർച്ചയുള്ളതാണ്, അത് രക്തബന്ധങ്ങളെ പോലും മുറിക്കുന്നു. വിശപ്പ് മാറിയതിനു ശേഷം കിട്ടുന്ന ആഹാരവും മനസ്സ് വേദനിച്ചതിന് ശേഷം കിട്ടുന്ന സ്നേഹവും കൊണ്ട് ഒരു കാര്യവുമില്ല. സ്നേഹത്തിന്റെ നിയമങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളിലൂടെ നന്നായി മനസ്സിലാക്കാനും പഠിക്കാനും കഴിയും. കാരണം അവരും അവരുടെ സ്നേഹവും നിഷ്കളങ്കമാണ്. ബുദ്ധിയുള്ള ആളുകൾക്ക് സുഹൃത്തുക്കൾ കുറവാണ്. ഒരു വ്യക്തി എത്ര മിടുക്കനാണോ അത്രത്തോളം സുഹൃത്ത് ബന്ധങ്ങളും കുറയുന്നു. ജീവിതം മനോഹരമാവാൻ വേണ്ടത് ഭംഗിയുള്ള മുഖങ്ങളല്ല, നമ്മൾ കൊടുക്കുന്ന സമയവും സ്നേഹവും മനസ്സിലാക്കി നമ്മളെ പരിഗണിക്കുന്ന ഒരാൾ കൂടെ ഉണ്ടാകുമ്പോഴാണ് ജീവിതം മനോഹരമാകുന്നത്. എല്ലാ ബന്ധങ്ങൾക്കും ഉണ്ടൊരു കാലാവധി. എന്നും ആരും ആരുടെയും പ്രിയപ്പെട്ടവരായിരിക്കണമെന്നില്ല.
മാറ്റം നല്ലതാണ്. അത് പക്ഷെ നിഴൽ പോലെ കൂടെ നടന്നവരെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞിട്ടാകരുത്. സ്വയം തുടക്കേണ്ടി വന്ന കണ്ണുനീരും തനിയെ പറയേണ്ടി വന്ന വിഷമങ്ങളുമായിരിക്കാം ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഒറ്റപ്പെടലുകൾ. ആത്മവിശ്വാസമാണ് പ്രധാനം. സ്വയം പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുക, തന്നിൽ വിശ്വസിക്കുക, തന്നെ തന്നെ സ്നേഹിക്കുക. പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിച്ച് സമയം പാഴാക്കാതെ അതെങ്ങനെ പരിഹരിക്കാമെന്നാണ് ചിന്തിക്കേണ്ടത്. സ്ത്രീയും പുരുഷനും വ്യത്യസ്ത രീതികളിൽ പ്രശ്നങ്ങളെ നോക്കി കാണുന്നു. പുരുഷൻ പ്രവൃത്തിയിലൂടെ പരിഹാരം കാണുമ്പോൾ സ്ത്രീകൾ വൈകാരികമായി സമീപിക്കുന്നു. മുഖത്തു നോക്കി സത്യം പറയുന്നവരെ നാം വെറുക്കും, എന്നാൽ ഒളിഞ്ഞിരുന്ന് കുറ്റം പറയുന്നവരെ നാം സ്നേഹിക്കും. അതാണ് ഈ ലോകം. വിജയത്തിന്റെ തൊട്ടു മുൻപിലെത്തി എന്ന് തിരിച്ചറിയാതെ പരിശ്രമം അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ പരാജയം. തങ്ങളുടെ വികാരങ്ങൾ ആരോടെങ്കിലും പങ്കുവയ്ക്കുമ്പോൾ കരയുന്ന പെൺകുട്ടികൾ വളരെ നിഷ്കളങ്കരാണെന്ന് പഠനങ്ങൾ പറയുന്നു. ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊന്ന് തുറക്കുക തന്നെ ചെയ്യും. അത് കണ്ടെത്താൻ മെനക്കെടണമെന്ന് മാത്രം. നിങ്ങളെക്കുറിച്ച് ചിലർ പരദൂഷണം പറയുന്നതും നിങ്ങളോട് മിണ്ടാതെ നടക്കുന്നതും നിങ്ങൾ തെറ്റ് ചെയ്തതുകൊണ്ടല്ല, നിങ്ങൾ സുഖമായി ജീവിക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. വെറുപ്പ്, സൗഹൃദം, കോപം, സഹതാപം എന്നിവയുടെ സ്വാധീനത്തിൽ നിന്നും സ്വയം മോചിതരാകുക. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സത്യത്തെ വിലയിരുത്താൻ കഴിയില്ല. ഓരോ ചെറിയ അവസരത്തിനായും തിരയുക. പരാജിതൻ എല്ലാ കാര്യത്തിലും ബുദ്ധിമുട്ട് കണ്ടെത്തുന്നു, എന്നാൽ ഒരു വിജയി എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അവസരം കണ്ടെത്തുന്നു. ഓരോ ചെറിയ അവസരത്തിനായും തിരയുക. പരാജിതൻ എല്ലാ കാര്യത്തിലും ബുദ്ധിമുട്ട് കണ്ടെത്തുന്നു, എന്നാൽ ഒരു വിജയി എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും അവസരം കണ്ടെത്തുന്നു. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കാൻ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. എന്തു വന്നാലും അവ പിന്തുടരുവാനുള്ള ധൈര്യം ആർജിച്ചെടുക്കുക. ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് വിട്ടുകളയുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ചേർത്ത് നിർത്താൻ പ്രയാസമുള്ള ഒന്നിനെ കൊണ്ടു നടന്നത് അതിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ലാളിത്യം, ക്ഷമ, അനുകമ്പ ഇവ മൂന്നും ഏറ്റവും വലിയ നിധികളാണ്. എത്രയും പെട്ടെന്ന് സ്വന്തമാക്കുക. ഒരാളോട് ക്ഷമിക്കുന്നത് നിങ്ങളുടെ നല്ല മനസ്സാണ്, പക്ഷെ അയാളെ വീണ്ടും വിശ്വസിക്കുന്നത് നിങ്ങളുടെ മണ്ടത്തരമാണ്. കണ്ണിൽ കണ്ട കാഴ്ചകളും കാതിൽ കേട്ട വാക്കുകളും മറന്നേക്കാം, പക്ഷേ കണ്ണു നിറച്ചവരെയും കണ്ണീർ തുടച്ചവരെയും ഒരിക്കലും മറക്കരുത്. അറിവ് കാമധേനുവിനെ പോലെ സ്ഥിരമായി ഫലം നൽകിക്കൊണ്ടേയിരിക്കും. അത് അദൃശ്യമായ നിധിയാണ്. നഷ്ടപ്പെട്ട സമയം തിരിച്ചു പിടിക്കാനാവില്ല, എന്നാൽ വരാനിരിക്കുന്ന സമയത്തെ നഷ്ടപ്പെടുത്താതിരിക്കാനാകും. നിങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്ന് ലോകം നിങ്ങളോട് ചോദിക്കില്ല. നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്നത് പ്രധാനമാണ്. ഒന്നുകിൽ ആൾക്കൂട്ടവുമായി കലരുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുക. തയ്യാറെടുപ്പിന്റെയും കഠിനാധ്വാനത്തിന്റെയും പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിന്റെ ഫലമാണ് വിജയം. അതിന് പ്രത്യേകമായ നിഗൂഢ രഹസ്യങ്ങളൊന്നുമില്ല. സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുട്ട് മാറിപ്പോകുന്നത് പോലെ അറിവ് ഉദയം കൊള്ളുമ്പോൾ അജ്ഞതയും മാറിപ്പോകുന്നു. ഈ ലോകം സത്യത്തിലാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് കള്ളം പറയരുത്, സത്യം മാത്രം പറയുക. അന്യന്റെ ധനത്തെ അപഹരിക്കാതെയും അവയെക്കുറിച്ച് ചിന്തിക്കാതെയും ഇരിക്കുന്നവർക്ക് മനസ്സമാധാനം ലഭിക്കും. സ്വന്തം കാര്യം ഭദ്രമാക്കാൻ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ആത്മാർത്ഥത കാണിക്കുന്നവരാണ് പിന്നീട് വിഡ്ഢികളായി മാറുന്നത്. പഠനങ്ങൾ പറയുന്നത് ആത്മാർത്ഥമായി പ്രണയിക്കുന്ന രണ്ടുപേർ തമ്മിലുള്ള പെരുമാറ്റം മനോവൈകല്യമുള്ളവരെ പോലെ ആയിരിക്കും. അധ്വാനിക്കുന്നവന് ദാരിദ്ര്യവും മൗനം പാലിക്കുന്നവന് കലഹവും ജാഗ്രതയുള്ളവന് അപകടവും വന്നു ചേരില്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.